ഹായ് ഫിച്ചു ഡോക്ടേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ നമ്മളുടെ നീറ്റ് പ്രിപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് പഠിച്ചു പോവാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫിസിയോളജി പഠിക്കുമ്പോൾ നമ്മുടെ റെസ്പിറേഷനിലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, അതിൽ നമുക്ക് 5 എൻസൈം കോംപ്ലക്സുകൾ പഠിക്കാനുണ്ട്. ഇവരെ കുറിച്ച് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇവരുടെ പൊസിഷൻ എന്താണ്, ഇവരുടെ പേരെന്താണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണല്ലോ. അതുകൊണ്ട് നമുക്ക് കോംപ്ലക്സസ് ഓഫ് ETS ഒന്ന് റിമെമ്പർ ചെയ്യാം. ഈസി ആയിട്ട് അതിനെ ഓർത്തിരിക്കാനുള്ള ഒരു ട്രിക്ക് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് 5 കോംപ്ലക്സുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 1 NADH ഡീഹൈഡ്രോജനേസ്. ആസ് ദ നെയിം സജസ്റ്റ് അത് NADH ബ്രേക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് നമ്പർ 2 ആണ് FADH ഡീഹൈഡ്രോജനേസ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. ഈ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസിനെ നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി കാണാൻ പറ്റും. അതായത് നമ്മുടെ TCA സൈക്കിളിലും കൂടി ഉണ്ട് അല്ലെ. അതായത് സക്സിനൈൽ കോയിൽ നിന്നും നമുക്ക് സക്സിനിക് ആസിഡിനെ തരുന്ന എൻസൈമാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. സോ അതുകൊണ്ട് ഈ ഒരു കോംപ്ലക്സ് പ്രസന്റ് ആയിട്ടിരിക്കുന്നത് മൈറ്റോകോൺട്രിയൽ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ആണ്. പക്ഷേ സിട്രിക് ആസിഡ് സൈക്കിളിലും അതിന് റോൾ ഉണ്ട്. Isn't it? Yes. And also then comes the cytochrome BC1 complex. അതിനും കുറച്ച് കോഫാക്ടേഴ്സ് ഉണ്ട്. എൻസൈംസിന് ഒരിക്കലും ഒറ്റയ്ക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ മറ്റേ ആക്റ്റീവ് സൈറ്റ്സ് ഒക്കെ ആക്ടിവേറ്റ് ആവണമെങ്കിൽ എൻസൈംസും കോഫാക്ടേഴ്സും വേണം. അങ്ങനെ കുറച്ച് കോഫാക്ടേഴ്സ് ഇവരുടെ കൂടെ ഉണ്ട്. അവരുടെ പേര് നമ്മൾ ഓർത്തിരിക്കണം അല്ലെ. പിന്നെ വരുന്നതാണ് നമ്മളുടെ 4ാമത്തെ കോംപ്ലക്സ് സൈറ്റോക്രോം C ഓക്സിഡേസ്. ആൻഡ് 5ാമത്തെ കോംപ്ലക്സ് ആണ് ATP സിന്തേസ്, അല്ലെങ്കിൽ നമ്മളുടെ ATPനെ സിന്തസൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കോംപ്ലക്സ്. അപ്പോൾ ഓരോരുത്തരുടെ പേരും നമ്മൾ ഇഫക്റ്റീവ് ആയിട്ട് ഓർത്തിരിക്കണം. ആ ഇലക്ട്രോണിന്റെ ഫ്ലോയും നമ്മൾ ഓർത്തിരിക്കണം. എന്നാൽ മാത്രമേ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യത്തെ കോംപ്ലക്സ് നോക്കുകയാണ് മക്കളെ, നമ്മളുടെ NADH ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന കോംപ്ലക്സ്. അപ്പം ഇങ്ങനെയാണ് ഇവരെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളുടെ മൈറ്റോകോൺട്രിയൽ മെട്രിക്സ് ആണ്. ഇത് നമ്മുടെ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ, ഇത് ഇന്റർ മെംബ്രെയിൻ സ്പേസ്, ഇത് ഔട്ടർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ അല്ലെ. അപ്പം ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ ഈ കോംപ്ലക്സുകൾ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ NADHും FADHും ഉണ്ടാകുന്നത് TCA സൈക്കിൾ നടക്കുന്നത് മെട്രിക്സിലാണല്ലോ, മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിലാണ്. അപ്പൊ അവിടെ നിന്ന് വരുന്ന NADHും FADHും ഇവിടേക്ക് എത്തുന്നു. ഇവിടെ NADH ബ്രേക്ക് ആകും. ആൻഡ് കോംപ്ലക്സ് നമ്പർ 1 കോംപ്ലക്സ് നമ്പർ 2 FADH ബ്രേക്ക് ആകും. അപ്പോൾ നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ 1ഉം 2ഉം തമ്മിൽ അത്ര രസത്തിലല്ല, അവരും വേറെ വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത്. രണ്ടുപേരുടെ നടുക്കായിട്ടിരിക്കുന്നതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ 3, ദാറ്റ് ഈസ് സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. പിന്നെ സൈറ്റോക്രോം C ഓക്സിഡേസ് ആണ് 4ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇവരെ ഓർത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവരുടെ കൂടെയുള്ള കോഫാക്ടേഴ്സിന്റെ പേര് നമ്മൾ ഓർത്തിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ഓർത്തിരിക്കാം. ഈ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ നമ്മുടെ സ്ഥലത്തിലെ കുറച്ച് ഫാക്കൽറ്റീസ് ഒക്കെ താമസിക്കുന്നുണ്ട്. ആദ്യത്തെ കോംപ്ലക്സിൽ താമസിക്കുന്നത് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് എൻസൈം കോംപ്ലക്സ്. ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത് ആരാണ്? MN സാറും ഫാമിലിയുമാണ്. അപ്പം FMNും FESും അല്ലെ. MN സാറും ഫാമിലിയും, FMNും FESും. ഓക്കെ. അതേപോലെ 2ാമത്തെ കോംപ്ലക്സിൽ താമസിക്കുന്നത് AD സാറും ഫാമിലിയാണ്. അപ്പം FADയും FESും. ഓക്കെ. യെസ്, FADയും FESും. ഈ 2 ഫ്ലാറ്റിന്റെ നടുക്കാണ് എന്റെ ഫ്ലാറ്റ്. അതാണ് സൈറ്റോക്രോം BC1, സൈറ്റോക്രോം C. ശ്രുതി സിറിയാക്ക് എന്നല്ല എന്റെ പേര്. അപ്പൊ C അല്ലെ, സൈറ്റോക്രോം BC1. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് മക്കള് പറഞ്ഞേ? സൈറ്റോക്രോം B, പിന്നെ എന്റെ ഫാമിലി FES, സൈറ്റോക്രോം C1, ശ്രുതി സിറിയാക്കിന്റെ C. ഓക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ താമസിക്കുകയാണ്. സോ ഇനി നമ്മൾ നോക്കുകയാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ 4. അപ്പൊ ഞങ്ങൾ ഇത്രയും പേര് ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ ഇവിടെ ഒരു കോംപ്ലക്സ് മാത്രം ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നുണ്ട്. അവിടെ ആയിരിക്കാനുള്ളത്? അവിടെ കുറേ ബാച്ചിലേഴ്സ് ഉണ്ട്, നമുക്കറിയാത്ത കുറേ ആൾക്കാർ അല്ലേ. കുറേ ബാച്ചിലേഴ്സ് ഒരുമിച്ച് ഇങ്ങനെ താമസിക്കുകയാണ്. അതായത് CUA 2 കോപ്പർ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ സൈറ്റോക്രോം A ഉണ്ട്, സൈറ്റോക്രോം A3 ഉണ്ട്, CUB ഉണ്ട്. അങ്ങനെ കുറേ ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഒരുമിച്ച് ഇവിടെ താമസിക്കുകയാണ്. ഇനി ലാസ്റ്റത്തെ ഫ്ലാറ്റിലുള്ള ആളാണ് നമ്മുടെ സന്തോഷ് മാമൻ, അല്ലെങ്കിൽ ATP സിന്തേസ്. ഓക്കെ. എല്ലാവർക്കും എനർജി കൊടുക്കുന്ന, ആ ഫ്ലാറ്റിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ആളാണ്. ഓക്കെ. ആൾക്ക് 2 ആ പാർട്ടാണ് ആളുടെ ഫ്ലാറ്റ് ഇരിക്കുന്നത്. ഒന്ന് ഒരു ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്, അതാണ് F0 കോമ്പണന്റ്. മറ്റത് ഒരു പെരിഫറൽ ഹെഡ് പീസ് ആണ്, അതിനെയാണ് നമ്മൾ F1 കോമ്പണന്റ് എന്ന് പറയുന്നത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്നു, മെട്രിക്സിലേക്ക് തള്ളി നിൽക്കുന്നു, F0 അക്രോസ് ദ മെംബ്രെയിൻ നിൽക്കുന്നു. ഇവരാണ് നമ്മളെ ATP സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും എല്ലാ കോംപ്ലക്സുകളുടെയും പേര് നമുക്കിപ്പം ഒരു ഐഡിയ കിട്ടിയില്ലേ? യെസ്, FMN FES, FAD FES, സൈറ്റോക്രോം B FES, സൈറ്റോക്രോം C1. ഓക്കെ. പിന്നെ CUA, സൈറ്റോക്രോം A3, CUB. ഈ ഫ്ലോ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ. പിന്നെ മക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ഇടയ്ക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ്
എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സെക്യൂരിറ്റിയും ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രോണിനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം 1-ന്റെയും 3-ന്റെയും ഇടയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ UQ അല്ലെങ്കിൽ യൂബിക്വിനോൺ. ആരാണ്? യൂബിക്വിനോൺ. UQ ഒക്കെ ഒരു ഇലക്ട്രോൺ കാരിയർ ആണ്. അപ്പോൾ UQ DQ, അതായത് നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിൽ നമുക്ക് സെലിബ്രിറ്റി സെക്യൂരിറ്റി ആണുള്ളത് DQ അല്ലെങ്കിൽ UQ. ഓക്കെ, അപ്പൊ യൂബിക്വിനോൺ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ. അങ്ങനെ അത് 1-ന്റെയും 3-ന്റെയും ഇടയ്ക്കുണ്ട്. ഇതേ DQ തന്നെയാണ്. അതായത് ഇപ്പം MN സാറിന്റെ ഫ്ലാറ്റിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഫുഡൊക്കെ തരണമെങ്കിലോ, അല്ലെങ്കിൽ AD സാറിന്റെ ഫ്ലാറ്റിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഫുഡൊക്കെ തരണമെങ്കിലോ, അത് കൊണ്ടുവരുന്ന ആരാടാ? നമ്മുടെ DQ ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് പഠിച്ചു. 1-ന്റെയും 3-ന്റെയും ഇടയ്ക്കിരിക്കുന്നതും UQ, അതേപോലെ തന്നെ 2-ന്റെയും 3-ന്റെയും ഇടയ്ക്കിരിക്കുന്നതും UQ, മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ്. ഇനി അത് കൂടാതെ കുറച്ച് ദൂരത്തുള്ള ഫ്ലാറ്റ് ആണ് നമ്മുടെ ഫ്ലാറ്റ് നമ്പർ 4 അല്ലെ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ DQന് ഇങ്ങനെ നടന്നു പോകാനൊന്നും പറ്റില്ല. അപ്പൊ DQ എന്ത് ചെയ്യും? സൈക്കിൾ ചവിട്ടിപ്പോവും. ഓക്കെ, അതുകൊണ്ട് സൈക്കിൾ സൈറ്റോക്രോം C. ആ സൈക്കിൾ ഇരിക്കുന്നത് ഇന്നർ മെമ്പറിന്റെ ഔട്ടർ സർഫസിലേക്കാണ്. കണ്ട, ഇന്നർ മെമ്പറിന്റെ ഔട്ടർ സർഫസ്, ഇതാണ് റോഡ്. ഇങ്ങനെ സൈക്കിൾ ചവിട്ടിയാണ് നമ്മുടെ DQ പോവുക. അപ്പം സൈറ്റോക്രോം C സൈക്കിൾ നോർത്തിരുന്നാൽ മതി. സൈക്കിൾ ചവിട്ടി സെക്യൂരിറ്റി 4-ാമത്തെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഓക്കെ, ഇതാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് ഓർമ്മ വന്നില്ലേ? പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ്. ഇവരെയൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഇലക്ട്രോണിന്റെ ഫ്ലോയിനെ ഓർത്തിരിക്കും? ആദ്യം ഇവിടെ നിന്ന് NADH ബ്രേക്ക് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ നേരെ പോകുന്നത് ദാ ഇങ്ങോട്ടേക്കാണ്. FMN, FES, UQ, അതായത് UQന് തന്നെ പറ്റില്ല, UQH2 ആകും. ഓക്കെ, കാരണം ഇവിടുന്ന് H+ അയൻസിനെ എടുക്കും. എന്നിട്ടാണ് യൂബിക്വിനോൾ ആയിട്ടാണ് ഇലക്ട്രോണിനെ ക്യാരി ചെയ്യുന്നത്. അത് സൈറ്റോക്രോം Bന് കൊടുക്കും. ഓക്കെ, ആ ഇലക്ട്രോണിനെ നേരെ FESന് കൊടുക്കുന്നു. സൈറ്റോക്രോം C1 കൊടുക്കുന്നു. സൈറ്റോക്രോം C അതിനെ കൊണ്ടുപോകുന്നു, നേരെ CUAക്ക് കൊടുക്കുന്നു. സൈറ്റോക്രോം A3 CUB. ആ ഇലക്ട്രോൺ നേരെ പോകുന്ന ഇവിടെ ഒരു ഹൈഡ്രജൻ ആക്സെപ്റ്റർ ഉണ്ട്. നമുക്കറിയാം റെസ്പിറേഷനിൽ ഓക്സിജന്റെ റോള് ടെർമിനലാണ്. ഓക്സിജൻ എറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് തന്നെ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് അല്ലെ. അത്രയും ഇമ്പോർട്ടന്റ് ആണെങ്കിലും അതിന്റെ റോള് വരുന്നത് ഈ ഒരു 4th കോംപ്ലക്സിന് ശേഷമാണ്. നീറ്റിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്സിജൻ ആക്സ് ആസ് ദ ഫൈനൽ ഹൈഡ്രജൻ ആക്സെപ്റ്റർ. അപ്പൊ ഇലക്ട്രോണും ഹൈഡ്രജനും വാട്ടർ മോളിക്യൂളും കൂടി ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് അവിടെ നമുക്ക് വാട്ടർ മോളിക്യൂള് കിട്ടുന്നത് അല്ലെ. സെല്ലുലാർ റെസ്പിറേഷനിൽ ഒരു എൻ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വാട്ടർ മോളിക്യൂളിനെയും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ ഇലക്ട്രോണും ഹൈഡ്രജനും ഇവിടെ ഉണ്ട് ഓക്സിജനും ഒക്കെ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ആ വാട്ടർ മോളിക്യൂൾ കിട്ടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇലക്ട്രോണിന്റെ കണ്ടിന്യൂസ് ഫ്ലോ വേണം. അതുകൊണ്ടാണ് ഇവിടെ FADH ബ്രേക്ക് ചെയ്യുമ്പം ഇങ്ങോട്ടേക്കും ഇലക്ട്രോൺ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. FADക്ക് കിട്ടുന്നു, FESന് കിട്ടുന്നു. അവരും ദാ ഈ ഇലക്ട്രോണിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സൈറ്റോക്രോം Bക്ക് കിട്ടുന്ന ഇലക്ട്രോണിന് ഒരിക്കലും ഒരു കുറവുണ്ടാവില്ല. കാരണം കോംപ്ലക്സ് 1-ൽ നിന്നും കോംപ്ലക്സ് 2-ൽ നിന്നും NADH ഡീഹൈഡ്രോജനേസ് ആക്ട് ചെയ്യുന്നതും FADH ഡീഹൈഡ്രോജനേസ് ആക്ട് ചെയ്യുമ്പോഴും ഇലക്ട്രോൺ നേരെ വന്ന് ചാടുന്നത് സൈറ്റോക്രോം Bയിലേക്കാണ്. ഓക്കെ, അങ്ങനെ 2 പേർക്കും കിട്ടുന്ന ഇലക്ട്രോണെ അവർ പാസ് ചെയ്ത് സൈറ്റോക്രോം Cക്ക് കൊടുക്കുന്നു. C നേരെ അത് കൊണ്ടുപോയിട്ട് കോംപ്ലക്സ് 4-ന് കൊടുക്കുന്നു. കോംപ്ലക്സ് 4-ന് നേരെ ഇലക്ട്രോൺ നേരെ ചാടിപ്പോയിട്ട് ഇത് വാട്ടർ മോളിക്യൂളിനെ ഫോം ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിക്കും, അപ്പോൾ പിന്നെ എന്താ ഈ ATP സിന്തേസിന്റെ റോള്? ATP എങ്ങനെ ഉണ്ടാവുക? ഓരോ സമയത്ത് ഇവർ ചാടി പോകുന്തോറും നമുക്കറിയാം H+ അയൺ കണ്ടിന്യൂസ് ആയിട്ട് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ H+ വീഴുന്നുണ്ട്, ഇവിടെ H+ വീഴുന്നുണ്ട്. യൂബിക്വിനോണിന് H+ അയൺ ഇല്ലാണ്ട് പറ്റൂല. അവർ ഇവിടെ നിന്ന് H+നെ എടുക്കും, അവരുടെ ആവശ്യം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വിടും. ഇവരും ഇവിടെ നിന്ന് എടുക്കും, ആവശ്യം കഴിയുമ്പോൾ ഇങ്ങോട്ട് വിടും. അങ്ങനെ ഓരോ പ്രാവശ്യവും H+ അയൺ ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ H+ അയൺ ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ്, ഒരു ഹൈ ചാർജ്, ഒരു ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. അതങ്ങനെ കൂടി കഴിയുമ്പോൾ ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ആയില്ലേ? ഹൈ കോൺസെൻട്രേഷൻ ആയി അല്ലേ. ഇവിടെയോ ലോ കോൺസെൻട്രേഷൻ. ആദ്യം മെട്രിക്സിലായിരുന്നു H+ അയണിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ NADH H+ ഉണ്ട്, FADH H+ ഉണ്ട്. അങ്ങനെ കുറേ രീതിയിൽ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിൽ ആദ്യം ഹൈ കോൺസെൻട്രേഷൻ ആയിരുന്നു. പക്ഷേ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് കഴിയുമ്പോഴേക്കും ഉള്ള H+ അയൺ മുഴുവൻ എങ്ങോട്ടേക്ക് പോയി? ഇന്റർ മൈറ്റോകോൺഡ്രിയൽ സ്പേസിലേക്ക് പോയി അല്ലേ. ആ സ്പേസിൽ കിടന്നിട്ട് അവിടെ ഒരു ഹൈ ചാർജ് അവർ ക്രിയേറ്റ് ചെയ്യും. പ്രോട്ടോൺ ഗ്രേഡിയന്റ് നമ്മൾ അതിന് പറയും, ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ അതെന്ന് നമ്മൾ പറയും, പ്രോട്ടോൺ പമ്പ് എന്ന് നമ്മൾ പറയും. ഇതൊക്കെ സെയിം ടേം ആണ് കേട്ടോ. അപ്പോൾ അത് അവർക്കൊരു ടെൻഡൻസി ഉണ്ടാകും ഹൈ കോൺസെൻട്രേഷൻ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് വരണം. പക്ഷേ ഇതൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയതുകൊണ്ട് അവർക്ക് ഒറ്റയടിക്ക് അങ്ങ് കയറി വരാൻ പറ്റില്ല. അവർക്ക്
ഇതിൻ്റെ ആവശ്യമുണ്ട്, ഒരു പ്രോട്ടീൻ ചാനലിൻ്റെ ആവശ്യമുണ്ട്. അവിടെയാണ് നമ്മുടെ സന്തോഷ് മാമൻ വരുന്നത്. സന്തോഷ് മാമൻ പറയും, മക്കളെ വിഷമിക്കേണ്ട, നിങ്ങളെല്ലാവരെയും ഞാൻ താഴെ എത്തിക്കാം. അങ്ങനെ സന്തോഷ് മാമൻ H+ സയൻസിനെ കയറ്റി താഴെ എത്തിക്കുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കും? ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് ത്രൂ സെമി പെർമേബിൾ മെംബ്രെയിൻ H+ സയൻസ് താഴേക്ക് വരുമ്പോഴേക്കും അത് നമ്മുടെ ഈ F0 കോമ്പണന്റിലൂടെ H+ വരുമ്പോഴേക്കും അത് F1 കോമ്പണന്റിൽ ഒരു കോൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടാക്കും. അത് ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ റിലീസ് ചെയ്യും. അങ്ങനെ ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കൂടി ചേർന്ന് അവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? ATP സിന്തസിസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ മെംബ്രെയിൻ ട്രാൻസ്പോർട്ടാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ആസ് ദ ട്രാൻസ്പോർട്ട് ഹാപ്പൻസ് ചാർജ്ഡ് അയൺസ് അല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ ATP സിന്തേസിന് അവിടെ ATP സിന്തസിസും നടത്താൻ പറ്റും. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒറ്റയടിക്ക് നടക്കും. ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് ഇന്നർ മൈറ്റോകോൺട്രിയൽ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്നും മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലേക്ക് H+ സയൻസ് വരികയും ചെയ്തു ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ ദ സെമി പെർമേബിൾ മെംബ്രെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പ്രോട്ടീൻ ചാനൽ. ആൻഡ് ഓൾസോ ആ പ്രോട്ടീൻ ചാനലായിട്ട് നമ്മുടെ ATP സിന്തേസ് ആക്ട് ചെയ്തു. ATP സിന്തേസിന് അവിടെ ATP ഉണ്ടാക്കാൻ പറ്റി. ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് ഇവിടെ എൻസൈം കോംപ്ലക്സുകളുടെ പേര്, അവരുടെ പൊസിഷനിങ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൈറ്റോക്രോം C ഇരിക്കുന്നത് ഈസ് ടുവേർഡ്സ് ദി ഔട്ടർ മെംബ്രെയിൻ ഓഫ് ദ ഔട്ടർ സർഫസ് ഓഫ് ദ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. യൂബിക്വിനോൺ എവിടെയാണ്? വിത്തിൻ ദ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ, ഉള്ളിലാണ് അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ATP സിന്തേസിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ മെംബ്രെയിൻ ആണ് F0 ആൻഡ് പെരിഫറൽ ആണ് F1. അങ്ങനെ ഓരോന്നും ഓർത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഐ ഹോപ്പ് ദി സ്മോൾ സെഷൻ was helpful. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? First question, in mitochondria, ubiquinone is located on the outer surface of the inner membrane, on the inner surface of the outer membrane, within the inner membrane, within the outer membrane. Simple question ആണ് അല്ലേ മിസ്? ഇപ്പോൾ നമ്മളിപ്പോൾ ആ ഡയഗ്രത്തിൽ കണ്ടു, within the inner membrane ആണ് ubiquinone പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ towards the outer surface of the inner membrane ആണ് സൈറ്റോക്രോം C ഇരിക്കുന്നത്, isn't it? Complex 3 and complex 4 of ETS are respectively. കോംപ്ലക്സുകളുടെ പേര്. കോംപ്ലക്സ് നമ്പർ 3 എന്ന് പറയുന്നത് ഏതാണ്? കോംപ്ലക്സ് 1 FADH dehydrogenase, കോംപ്ലക്സ് 2 is succinate dehydrogenase, complex 3 is cytochrome BC1 and complex 4 is cytochrome C oxidase, isn't it? അപ്പോൾ complex 3 ഏതാണ്? cytochrome C oxidase and complex 4 is complex 3 is cytochrome BC1 complex and complex 4 is cytochrome C oxidase. ഓപ്ഷൻ 4 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരിക. കോംപ്ലക്സുകളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. All enzymes of TCA cycle are located in the mitochondrial matrix except the one which is located in the inner membrane is the eukaryotes and in cytosol in prokaryotes. This enzyme is, നമ്മളിത് ഇപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, ഒരു എൻസൈം മാത്രം രണ്ട് പ്രോസസ്സിലും ഇൻവോൾവ് ആവുന്നുണ്ട്. അതായത് TCA സൈക്കിളിലും ഉണ്ട്. സക്സിനൈൽ കോയിൽ നിന്നും സക്സിനേറ്റ് കിട്ടുന്നത് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ആക്ട് ചെയ്തിട്ടാണ്. അതേപോലെ ഇതേ എൻസൈം തന്നെയാണ് നമ്മുടെ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ ഇരിക്കുന്നത് ആസ് ദ കോംപ്ലക്സ് 2 ഓഫ് ദ ETS. അത് ഏതാണ്? സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് അല്ലേ? അതിന്റെ മറ്റൊരു പേരാണ് FADH dehydrogenase, oxidizes the FADH2. Next, in electron transport chain, FADH2 is oxidized to FAD plus and electrons are passed to cytochrome proteins, whereas hydrogen ions are released into. അതായത് FADH2 ഓക്സിഡൈസ് ആയി കഴിയുമ്പോൾ FADH പ്ലസും ഇലക്ട്രോൺസും H+ അയൺസും റിലീസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് സൈറ്റോക്രോം കോംപ്ലക്സിന്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രജൻ അയൺസ് എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ആ ഡയഗ്രത്തിൽ കണ്ടില്ലേ, മൈട്രിക്സ്, ഇന്റർ മെംബ്രെയിൻ സ്പേസ്, ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ മൈറ്റോകോൺട്രിയ, പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ്, ബോത്ത് 2 and 3. എങ്ങോട്ടേക്കാണ് H+ അയൺ റിലീസ് ചെയ്യുന്നത്? H+ അയൺസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രിക്സിൽ ഉണ്ടാകും. പക്ഷേ ഉടനെ തന്നെ നമ്മളുടെ ഇലക്ട്രോൺ ക്യാരി ചെയ്യാൻ വേണ്ടി യൂബിക്വിനോൺ അവരെ എടുത്തിട്ട് നേരെ അവരെ നമ്മുടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഓഫ് മൈറ്റോകോൺട്രിയ ഓർ പെരി മൈറ്റോകോൺട്രിയൽ സ്പേസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ ബോത്ത് 2 and 3 is the correct answer to this question. Match the column 1 with that of column 2. പേരുകളാണ് ചോദിച്ചിരിക്കുന്നത്. കോംപ്ലക്സ് 1 ഏതാണ്? നമ്മളുടെ NADH dehydrogenase AQ ആണെന്ന് മനസ്സിലായി. കോംപ്ലക്സ് 3 എന്ന് പറയുന്നത്, കോംപ്ലക്സ് 2 എന്ന് പറയുന്നത് നമ്മുടെ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. അപ്പോൾ CS ആണെന്ന് മനസ്സിലായി. AQ CS ആയിട്ടുള്ളത് ഓപ്ഷൻ 4 അല്ലേ? പിന്നെ BR ആണെന്ന് പറയുന്നു. കോംപ്ലക്സ് 3 is cytochrome BC1 complex, കോംപ്ലക്സ് 4 is cytochrome C oxidase DSP. Which of the following statement is incorrect? ഇതിൽ wrong ആയിട്ടുള്ളത് എന്താണ്? In ETC, electron transport chain, one molecule of NADH gives us 2 ATP molecules and one FADH gives us 3 ATP molecules. ഇത് തെറ്റല്ലേ? ഒരു NADH നമുക്ക് തരുന്നത് 3 ATP മോളിക്യൂളും ഒരു FADH അല്ലെങ്കിൽ FADH നമുക്ക് തരുന്നത്
2 ATP മോളിക്യൂൾസുമാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ATP synthesized through complex 5, that is the ATP synthase, correct. Oxidation reduction reactions produce proton gradient, correct. During aerobic respiration, role of oxygen is limited to the terminal stage. Complex 4 കഴിഞ്ഞിട്ടാണ് ഓക്സിജന്റെ റോള് വരുന്നത്, കറക്റ്റ്. ഓക്സിജൻ ആക്സസ് ദ ഫൈനൽ ഹൈഡ്രജൻ ആൻഡ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ, എന്നാൽ മാത്രമേ അവിടെ വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുള്ളൂ. Isn't it, children? Next, F0 is the head piece is a peripheral membrane protein complex. Tail piece is a peripheral membrane protein complex. Head piece, it's a central membrane protein complex. An integral membrane protein complex that forms the channel. F0 എന്ന് പറയുന്നത് it is the integral membrane protein complex ആണ്, and that acts as the protein channel to carry the H+ ions, isn't it? Head piece എന്ന് പറയുന്നത് ഏതാണ്? F1 ആണ്, isn't it? അതേപോലെ tail piece എന്ന് പറയാം, പക്ഷെ അത് പെരിഫറൽ അല്ല, ഇറ്റ് ഈസ് ഇന്റഗ്രൽ, isn't it? So correct option is option 4. അപ്പോൾ മക്കളെ, അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു. ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ചാലഞ്ച് ആണ്. കറക്റ്റ് സീക്വൻസ് ഓഫ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഓഫ് ATP synthesis when FADH2 is the reducing equivalent. FADH2ന്റെ അവിടെ നിന്ന് അങ്ങോട്ട്, FADH2 ഓക്സിഡൈസിങ് ആകുന്ന അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്റെ സീക്വൻസ് എന്താണ്, ഇലക്ട്രോൺ ഫ്ലോയിന്റെ സീക്വൻസ് എന്താണെന്ന് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓപ്ഷൻ 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ഓപ്ഷൻസ് നല്ലപോലെ വായിച്ച് നോക്കിയിട്ട് ആൻസർ ഈ വീഡിയോ താഴെയുള്ള കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അടുത്ത വീഡിയോയിൽ മാം വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. സോ പ്ലീസ് ലെറ്റ് മീ നോ ദി ആൻസർ ഇൻ ദ കമന്റ് ബോക്സ്. ബൈ.